സുഹൃത്തുക്കളെ, യുദ്ധം കനക്കുകയാണ്. സമാനതകളില്ലാത്ത ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് പശ്ചിമേഷ്യയിൽ അരങ്ങേറുന്നത്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പോലും ഭയാനകമായ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വെല്ലുവിളികളും ഏറ്റുമുട്ടലുകളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. യുദ്ധത്തിൻ്റെ ഭയാനകത വിളിച്ചോതുന്ന ചില ദൃശ്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിസ്ബുള്ള പുറത്തുവിട്ട ചില ദൃശ്യങ്ങളാണ്. നമുക്കറിയാം, ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഏകദേശം 4 രാജ്യങ്ങളോടാണ്: ഫലസ്തീൻ, ലെബനാൻ, സിറിയ, ഇറാൻ. ഒരേ സമയം ഈ 4 രാജ്യങ്ങളുമായി ഏറ്റുമുട്ടലിലാണ് ഇസ്രായേൽ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇത്രയധികം യുദ്ധക്കൊതിയുള്ള ഒരു രാജ്യം വേറെയുണ്ടോ? ഈ 4 രാജ്യങ്ങളിൽ ചില സമയങ്ങളിൽ ഇറാനേക്കാളും വലിയ ഭീഷണി ഇസ്രായേൽ നേരിടുന്നത് ലെബനാനിൽ നിന്നാണ്. അവിടുത്തെ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ അവർ പുറത്തുവിട്ട ദൃശ്യങ്ങളാണിത്. ഇസ്രായേലിൻ്റെ സൈനികർ തമ്പടിച്ചിരുന്ന കെട്ടിടം കൃത്യമായി നിരീക്ഷിച്ച് വ്യക്തമായി ബോംബിട്ട് തകർക്കുന്ന, മിസൈലിട്ട് തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഹിസ്ബുള്ള പുറത്തുവിട്ടത്. ഇനി ഈ കാണുന്ന ദൃശ്യം, ഒരു കപ്പൽ നിന്ന് കത്തുകയാണ്. ഹോർമുസ് കടലിടുക്കിലാണ് ഈ സംഭവം. നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ ഇത് കണ്ടിട്ടുണ്ടാകും. ഇറാൻ്റെ അനുമതിയില്ലാതെ ഹോർമുസ് കടലിടുക്ക് മുറിച്ചു കടക്കാൻ ശ്രമിച്ച അമേരിക്ക, ഇസ്രായേൽ സഖ്യകക്ഷികളുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന കപ്പലാണിത്. ശത്രു രാജ്യങ്ങളുടെ ഒരു കപ്പലും ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ കട്ടായം പറഞ്ഞിരിക്കുകയാണ്. അത് ലംഘിച്ചാൽ ഇതായിരിക്കും എല്ലാവരുടെ വിധി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇറാൻ വീണ്ടും. ഏതായാലും ഇറാൻ്റെ ആ മുന്നറിയിപ്പ് ഫലം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഹോർമുസ് കടലിടുക്ക് ഇറാൻ്റെ അനുമതിയില്ലാതെ മുറിച്ചു കടക്കാൻ ശ്രമിച്ച ശത്രു രാജ്യങ്ങളിൽപ്പെട്ട ഈ കപ്പൽ ഇറാൻ കത്തിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഫ്രാൻസും ജർമ്മനിയും നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ജർമ്മനിയും ഫ്രാൻസും പറയുന്നത് ഇനി യുദ്ധത്തിൻ്റെ 7 അയലത്തേക്ക് ഞങ്ങളില്ല എന്നാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഫ്രാൻസും ജർമ്മനിയും ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതരായത്. കാരണം ഹോർമുസ് കടലിടുക്കിനടുത്ത് ഇറാൻ്റെ കനിവും കാത്ത് കിടക്കുന്നത് 2000-ലധികം കപ്പലുകളാണ്. അതിൽ കൂടുതൽ കപ്പലുകളും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ളവയാണ്. ഇനി ഈ ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇത് ഇറാൻ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. ഇറാനിൽ കരയാക്രമണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 10,000-ഓളം സൈനികരെ ട്രംപ് ഇറാനിൽ കരയാക്രമണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് സത്യമാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് ഇറാൻ നടത്തുന്ന അവകാശവാദം ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ പറയുന്നത് കരയാക്രമണത്തിന് ഇറാനിലേക്ക് വന്ന അമേരിക്കൻ സൈനികരുടെ ഗതിയാണ് എന്നാണ് അതിൽ നിന്നും മനസ്സിലാവുന്നത്. ഒരു അമേരിക്കൻ പട്ടാളക്കാരനെ പോലും അവശേഷിപ്പിക്കാതെ മുഴുവൻ ആളുകളെയും തീർത്ത് കളഞ്ഞു എന്നാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇറാൻ അവകാശപ്പെടുന്നത്. ഇന്ന് ഇറാൻ പുറത്തുവിട്ടതിൽ ഏറ്റവും ആവേശം തുടിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ കാഴ്ചകളാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇറാനിലെ ജനങ്ങളാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. അവരുടെ പുതിയ പരമോന്നത നേതാവായ മുജിത്തബ ഖമേനി ഭൂഗർഭ അറകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന മിസൈൽ സിറ്റിയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ദൃശ്യങ്ങളാണിത്. നിങ്ങളുടെ പുതിയ പരമോന്നത നേതാവ് എവിടെയാണ്? അയാൾ എന്താണ് പൊതുജന മധ്യത്തിൽ വരാത്തത്? ഒന്നുകിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കുകളേറ്റ് അദ്ദേഹം ചികിത്സയിലാണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് മുജിത്തബ ഖമേനി മിസൈൽ സിറ്റിയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന അവകാശവാദത്തോടുകൂടി ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ പുറത്തുവിട്ട മറ്റൊരു വീഡിയോ ആണിത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ഈ വീഡിയോ അവർ പങ്കുവച്ചിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ പക്കലുള്ള പലതരത്തിലുള്ള മിസൈലുകൾ, പല തരത്തിൽ, പല വലിപ്പത്തിൽ, വ്യത്യസ്തമായ മിസൈലുകൾ പല സ്ഥലങ്ങളിലേക്ക് വിക്ഷേപിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണിത്. ഇതിൽ പലതും സൂപ്പർ പവറുള്ള മിസൈലുകളാണ് എന്നാണ് ഇറാൻ്റെ അവകാശവാദം. ഇറാൻ്റെ മിസൈൽ ശേഖരം ഏതാണ്ട് 90% ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു എന്ന അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ അവകാശപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന അടിക്കുറിപ്പോടുകൂടി വ്യത്യസ്തമായ മിസൈലുകൾ പരീക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇറാൻ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം ഭൂഗർഭ അറകളിൽ സജ്ജമാക്കി വെച്ചിരിക്കുന്ന മിസൈൽ സിറ്റിയിൽ പരമോന്നത നേതാവ് തന്നെ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ഈ കാണുന്നതാണ്. മെസ്സേജ് ടു ട്രംപ് എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ഈ ചിത്രം, ഈ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ശത്രു രാജ്യങ്ങളെയും കാത്ത് ഞങ്ങൾ കട്ട വെയിറ്റിംഗിലാണ് എന്നാണ് അവർ പറയുന്നത്. ആ നാട്ടിലെ, ആ രാജ്യത്തെ യുവതികളായ കൗമാരക്കാരായ പെൺകുട്ടികൾ പോലും ആയുധം കയ്യിലേന്തി, തോക്ക് കയ്യിലേന്തി അവർ ഞങ്ങളിവിടെ റെഡിയാണ്, ഇനി നിങ്ങളിങ്ങോട്ട് വന്നിറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, യുദ്ധത്തിന് തൊട്ടു മുമ്പ് വരെ ആയത്തുള്ള ഖമേനിയുടെ ഭരണകൂടത്തിനെതിരെ വിഘടിച്ചു നിന്നവരും ഭരണവിരുദ്ധ വികാരം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധമുഖത്തുണ്ടായിരുന്നവരുമെല്ലാം ഒറ്റക്കെട്ടായി മാറിയ അത്ഭുതകരമായ കാഴ്ച. ഞങ്ങൾക്കിടയിൽ ആശയപരമായി, രാഷ്ട്രീയപരമായി പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാവും. പക്ഷേ അതൊക്കെ മുതലെടുത്ത് ഞങ്ങളെ മുച്ചൂടും നശിപ്പിക്കാൻ വരുന്ന ശത്രുവിനെതിരെ എല്ലാ കാലത്തും
എല്ലാ സമയത്തും ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ഇറാനിയൻ ജനത ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന അത്ഭുതകരമായ കാഴ്ച. ആ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വങ്ങൾക്ക് തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾക്ക് മുമ്പിൽ ഒരു തരി പോലും കുലുങ്ങാതെ പതറാതെ ശത്രുവിനെ നേരിടാനുള്ള ഊർജം ഇതിനേക്കാൾ വലുതായി വേറെന്ത് വേണം? സ്വന്തം രാജ്യത്തെ പൗരന്മാർ എല്ലാ എതിർപ്പും മറന്ന് ഒറ്റക്കെട്ടായി പിന്നിൽ അണിനിരക്കുമ്പോൾ ഏത് രാജ്യത്തിനാണ്, ഏത് ഭരണസിര കേന്ദ്രങ്ങൾക്കാണ്, ഏത് നേതാവിനാണ് വിജയം കാണാതിരിക്കാൻ സാധിക്കുക? എന്നാൽ അമേരിക്കയിലെയും ഇസ്രായേലിലെയും സ്ഥിതി എന്താണ്? ട്രംപിനെതിരെ, നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. നെതന്യാഹുവിന് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളല്ല, തൻ്റെ അധികാരം നിലനിർത്തലാണ് വലുതെന്നും അതിനു വേണ്ടിയിട്ടാണ് അയാൾ കോടികൾ ചിലവാക്കി യുദ്ധത്തിൽ ഏർപ്പെടുന്നതെന്നും അവിടുത്തെ ജനങ്ങൾ പറയുന്നു. ഏതായാലും യുദ്ധത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൾഫിനെ കേന്ദ്രീകരിച്ചുള്ള വാർത്തകളാണ്. ഗൾഫ് രാജ്യങ്ങൾ വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ പകലിൽ ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളിലും ഊർജ്ജ മേഖലകളിലും അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തെ തുടർന്ന് കടുത്ത മുന്നറിയിപ്പാണ് ഗൾഫ് മേഖലകൾക്ക് ഇറാൻ നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന മുഴുവൻ മേഖലകളെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട സൈനിക താവളങ്ങളോ മറ്റ് മേഖലകളോ ഉണ്ടെങ്കിൽ ആ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതോടെ യുദ്ധാന്തരീക്ഷം കൂടുതൽ കലുഷിതമാകുകയാണ് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു.